സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതാണ് ഇന്നലത്തെ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അത് ഓരോ പുരസ്കാരങ്ങളും അതിന് മൂല്യം കൂടുതലാവുന്നത് ആർക്ക് കിട്ടിയെന്നനുസരിച്ചിരിക്കും. അതുതന്നെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു അഭിമാനവും സന്തോഷവും തോന്നിയൊരു നിമിഷം. അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. പിന്നെ തീർച്ചയായിട്ടും കുട്ടേട്ടൻ്റെ അവാർഡും ഞങ്ങളുടെ അവാർഡും ഒക്കെ ഒരു പ്രസിഡന്റ് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അവാർഡല്ലേ നമ്മള്. ലാലേട്ടനോ? മലയാളത്തിൽ വാക്ക് സംസാരിച്ചല്ലോ, പിന്നെ കേട്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ആര് പുരസ്കാരം തന്നാലും ഇല്ലെങ്കിലും മലയാളം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാള സിനിമയും മലയാളത്തിലെ വർക്കേഴ്സും എല്ലാം എല്ലാ കാലത്തും പുരോഗതിയിലാണ്. ബഡ്ജറ്റ് കുറവായിരിക്കും നമ്മുടെ സിനിമകളിൽ, പക്ഷേ മൂല്യം എപ്പോഴും കൂടുതൽ തന്നെയാണ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച്. തമിഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അയ്യോ പിന്നെ ഇപ്പൊ എല്ലാരും ഈ എല്ലാ സിനിമയും എല്ലാരും കാണുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. നമസ്കാരം പറഞ്ഞു, കുശലം പറഞ്ഞു, അത്രയ്ക്കൊക്കെ ഉള്ള സമയമല്ലേ ഉള്ളൂ. ഇവിടെ പ്രസിഡന്റ് ഒരു അവാർഡിന് അവിടെ പ്രോട്ടോകോൾ ഇല്ലേ? കുറെ നേരം നമുക്ക് ഇങ്ങനെ ഇരുന്ന് കുശലം പറയാനൊന്നും പറ്റില്ല. അതാണ് അതെ മാറിക്കളഞ്ഞ അവസാന നിമിഷം മാറിയതാ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വേഷമാണ്, എനിക്കും ഇഷ്ടപ്പെട്ടൊരു വേഷമാണ്. അതിന് കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. ഞാൻ റിജക്ട് ചെയ്തതിന്റെ കാരണം അത് കുട്ടേട്ടൻ്റെ ക്ഷമയില്ല. കുട്ടേട്ടൻ നാടകത്തിൽ വളരെ ശക്തമായ അടിസ്ഥാനം ഒരു തട്ടകമുള്ള ആളാണ്. അപ്പോൾ 4-5 മണിക്കൂർ ഈ പ്രോസ്തറ്റിക്സ് ഒക്കെ വെച്ച് ഒട്ടിക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ ക്ഷമയോടെ ഇരുന്ന്. എനിക്കത്ര ക്ഷമയില്ലാഞ്ഞിട്ടാ കേട്ടോ. രാവിലെ 5 മണിക്കൂറും വൈകുന്നേരം 4 മണിക്കൂറും അതൊന്നുള്ള ക്ഷമയില്ല. അതാ കാര്യം. സന്തോഷം.